നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു വന്നിരുന്ന ശിവരാത്രി ആഘോഷവും സമാപിച്ചു. പട്ടികജാതി പട്ടികവർഗ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിന് മുന്നിൽ ദ്വിദിന കഞ്ഞിവയ്പ് സമരം ആരംഭിച്ചു. പട്ടികജാതി പട്ടികവർഗ കർഷക സമാജം ജനറൽ സെക്രട്ടറി CK രാജേന്ദ്രൻ കഞ്ഞിവയ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി വിധി പോലും പൂഴ്ത്തിവെച്ച് പട്ടിക വിഭാഗക്കാരെ സർക്കാർ കബളിപ്പിക്കുകയാണെന്ന് വിമർശനം. കട്ടപ്പന, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നായി ബൈക്കുകൾ മോഷ്ടിച്ച യുവാവിനെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കട്ടപ്പന പുഞ്ചിരിക്കവല വെള്ളറയിൽ ജിഷ്ണു ബിജോ. കട്ടപ്പന നഗരസഭ ടൗൺ കുടിവെള്ള പദ്ധതിക്ക് 25 ലക്ഷം രൂപ അനുവദിച്ചു. തുക അനുവദിച്ചിരിക്കുന്നത് നഗരത്തിലെ പൈപ്പുകൾ മാറുന്നതിനും പുതിയ കണക്ഷനുകൾ നൽകുന്നതിനും. നഗരത്തിലെ മിനി ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 6 ലക്ഷം രൂപയും വകയിരുത്തിയതായി അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു വന്നിരുന്ന ശിവരാത്രി ആഘോഷവും സമാപിച്ചു. പിതൃതർപ്പണ ചടങ്ങുകൾക്കായി ക്ഷേത്രങ്ങളിൽ വിപുലമായ ക്രമീകരണങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത്. പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി മടത്തുമുറി അജിത് ശാന്തി കാർമ്മികത്വം വഹിച്ചു. ഓം പവിത്രം പാപനാശനം ആയുസ്സേജോ ബലം സൗഖ്യം അമാവാസ്യാം പിതൃതർപ്പണ ക്രിയാർഹതം പവിത്രധാരണ നമഃ. വലതുകൈയുടെ മോതിരവിരലിൽ ധരിക്കുക. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് എത്തിയവരുടെ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം പ്രഭാത ഭക്ഷണവും ക്രമീകരിച്ചു. അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു വന്നിരുന്ന ശിവരാത്രി ആഘോഷവും സമാപിച്ചു. ശിവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തവണ അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പഞ്ചാക്ഷരി മന്ത്രങ്ങൾ മുഴങ്ങി നിന്ന രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രാങ്കണത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പിതൃബലി അർപ്പിച്ചു. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ബലിതർപ്പണം നടന്നത്. SNDP രാജാക്കാട് ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ ആയിരക്കണക്കിന് ഭക്തർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുമായി 4000-ലധികം ഭക്തരാണ് ബലിതർപ്പണത്തിനായി രാജാക്കാട് മഹാദേവന്റെ മണ്ണിലേക്ക് എത്തിയത്. പശ്ചിമ കൈലാസനാഥൻ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അഭീഷ്ടവരദായനായി കുടികൊള്ളുന്ന രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം ഇന്ന് ബലിതർപ്പണത്തോടുകൂടി പര്യവസാനിക്കുകയാണ്. ഇന്നലെ 10,000 കണക്കായിട്ടുള്ള ആളുകൾക്ക് അന്നദാനം നടത്തിയും ഇന്ന് രാവിലെ നടക്കുന്ന ബലിതർപ്പണത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നിന്നായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. തങ്ങളുടെ പൂർവ്വ സുഹൃത്തുക്കളായിട്ടുള്ള മാതാപിതാക്കളുടെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായിട്ടാണ് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അമൃത കലശത്തിനായി പാലാഴി കടയുന്നതിനിടെയുണ്ടായ കാളകൂട വിഷം പാനം ചെയ്ത ശിവന് ആപത്തുണ്ടാകാതിരിക്കാൻ പാർവതിയും ഭൂതഗണങ്ങളും ഉറക്കമൊഴിച്ച പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയ രാത്രിയാണ് ശിവരാത്രി എന്നതാണ് ഐതിഹ്യം. ക്ഷേത്രം മേൽശാന്തി പുരുഷോത്തമൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ബലിതർപ്പണത്തിന് ശാഖായോഗം പ്രസിഡന്റ് B. സാബു, വൈസ് പ്രസിഡന്റ് VS ബിജു, സെക്രട്ടറി KP സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പട്ടികജാതി പട്ടികവർഗ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിന് മുന്നിൽ ദ്വിദിന കഞ്ഞിവയ്പ് സമരം ആരംഭിച്ചു. പട്ടികജാതി പട്ടികവർഗ കർഷക സമാജം ജനറൽ സെക്രട്ടറി CK രാജേന്ദ്രൻ കഞ്ഞിവയ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി വില്ലേജിൽ മനയത്തടുത്ത് 1973 കുടിയൊഴിപ്പിക്കപ്പെട്ട പട്ടികജാതി മത പരിവർത്തിത ക്രൈസ്തവരിൽപ്പെട്ട 500ഓളം വരുന്ന ഭൂരഹിത കർഷക തൊഴിലാളികൾക്ക് ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടാണ് കഞ്ഞിവയ്പ് സമരം ആരംഭിച്ചത്. കളക്ടറേറ്റിന് മുൻപിൽ നടന്ന സമരപരിപാടിയിൽ PM ജോൺ അധ്യക്ഷനായിരുന്നു. പട്ടികജാതി പട്ടികവർഗ കർഷക സമാജം ജനറൽ സെക്രട്ടറി CK രാജേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. 1996 ഹൈക്കോടതി വിധി പോലും പൂഴ്ത്തിവെച്ച മാറി മാറി വരുന്ന സർക്കാരുകളും ഉദ്യോഗസ്ഥരും കള്ളക്കളി നടത്തി തങ്ങളെ ഭൂമി നൽകാതെ കബളിപ്പിക്കുകയാണെന്ന് CK രാജേന്ദ്രൻ ആരോപിച്ചു. 1970-73 കാലഘട്ടത്തിൽ മനയത്തടം എന്ന് പറയുന്ന ഇടുക്കിയിലെ
കഞ്ഞിക്കുഴി വില്ലേജിൽപ്പെട്ട മലയത്തടം 900 ഏക്കർ വരുന്ന ഭൂമിയിൽ കുടിയേറി പാർത്ത് കുടില് കെട്ടി താമസിച്ച ആളുകളെ അവിടെ നിന്നും അടിച്ചിറക്കപ്പെടുകയാണ് ഉണ്ടായത്. പോലീസും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് അടിച്ചിറക്കപ്പെട്ട ആളുകൾക്ക് നിയമപരമായി അവിടെ ഭൂമി അനുവദിക്കപ്പെട്ടതാണ്. ആ ഭൂമി ഇന്നും ഗവൺമെൻറ് പതിച്ചു നൽകുവാൻ അനുവാദം നൽകുന്നില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നും നാളെയുമായിട്ടുള്ള ഈ കളക്ടറേറ്റ് പടിക്കൽ ഈ സമരം നടത്തപ്പെടുന്നത്. സമരത്തിൽ ബാബു മഞ്ഞള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തി. MK രാജപ്പൻ, PK ശശി, MV രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നായി ബൈക്കുകൾ മോഷ്ടിച്ച യുവാവിനെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന പുഞ്ചിരിക്കവല വെള്ളറിയിൽ ജിഷ്ണു ബിജുവാണ് പിടിയിലായത്. കട്ടപ്പനയിൽ നിന്നും മൂന്നാറിൽ നിന്നുമാണ് ജിഷ്ണു ബൈക്കുകൾ മോഷ്ടിച്ചത്. ചൊവ്വാഴ്ച കട്ടപ്പനയിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിൽ മൂന്നാറിലേക്ക് പുറപ്പെട്ടെങ്കിലും ശാന്തൻപാറയിലെത്തിയപ്പോൾ വാഹനത്തിന്റെ ഇന്ധനം തീർന്നു. ഇതോടെ വാഹനം ഇവിടെ ഉപേക്ഷിച്ചു. തുടർന്ന് ബസ്സിൽ മൂന്നാറിലെത്തുകയും അവിടെ നിന്ന് മറ്റൊരു ബൈക്ക് മോഷ്ടിച്ച തിരികെ കട്ടപ്പനയിലേക്ക് പുറപ്പെടുകയുമായിരുന്നു. ഈ വാഹനത്തിൽ കട്ടപ്പനയിലെത്തിയപ്പോഴാണ് ജിഷ്ണുവിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടിയത്. 2024 സെപ്റ്റംബറിൽ ബൈക്ക് മോഷണക്കേസിൽ ജിഷ്ണുവിനെയും ഭാര്യ ജെസിയെയും പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ ജയിലിലായിരുന്ന പ്രതി അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. കട്ടപ്പന SI TR മധു, SCPO അനൂപ്, CPOമാരായ ജെയിംസ്, രാഹുൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കട്ടപ്പന നഗരസഭ ടൗൺ കുടിവെള്ള പദ്ധതിക്ക് 25 ലക്ഷം രൂപ അനുവദിച്ചു. നഗരത്തിലെ പൈപ്പുകൾ മാറുന്നതിനും പുതിയ കണക്ഷനുകൾ നൽകുന്നതിനുമാണ് തുക അനുവദിച്ചിരിക്കുന്നത്. നഗരത്തിലെ മിനി ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണിക്കായി 6 ലക്ഷം രൂപയും വകയിരുത്തിയെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB പാറപ്പായി പറഞ്ഞു. ഹൈറേഞ്ചിന്റെ പ്രധാന നഗരമായ കട്ടപ്പനയിൽ വേനൽക്കാലമാകുന്നതോടെ കുടിവെള്ളക്ഷാമവും ഉടലെടുക്കും. നഗരസഭയിലെ വിവിധ ഉയർന്ന പ്രദേശങ്ങളിൽ വേനലിന്റെ തുടക്കത്തിൽ തന്നെ കുടിവെള്ള പ്രതിസന്ധി ആരംഭിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന ടൗൺ കുടിവെള്ള പദ്ധതിക്ക് സാമ്പത്തിക വർഷം 25 ലക്ഷം രൂപ അനുവദിച്ചത്. പൈപ്പുകൾ മാറുന്നതിനും ഉപഭോക്താക്കൾക്കായി പുതിയ കണക്ഷനുകൾ നൽകുന്നതിനുമാണ് തുക അനുവദിച്ചിരിക്കുന്നത്. അനുവദിച്ച തുക വിനിയോഗിച്ച് പദ്ധതിയെ കാര്യക്ഷമമാക്കുന്നതോടെ നഗരത്തിൽ നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. കട്ടപ്പന ടൗൺ കുടിവെള്ള പദ്ധതിക്ക് കട്ടപ്പന നഗരസഭയിൽ നിന്നും ഈ വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി 25 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ്. ടൗണിലെ കുടിവെള്ള പദ്ധതിക്ക് പുതിയ പൈപ്പുകൾ മാറുന്നതിനും അതോടൊപ്പം തന്നെ പുതിയ ആളുകൾക്ക് കണക്ഷൻ നൽകുന്നതിനും ഒക്കെ വേണ്ടിയാണ് ഈ പദ്ധതിക്ക് നഗരസഭ ഇത്രയും തുക അനുവദിച്ചിരിക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജിൻ്റെ നേതൃത്വത്തിൽ നൽകിയ നിവേദനത്തെ തുടർന്നാണ് ഈ തുക അനുവദിക്കുകയുണ്ടായത്. അതോടൊപ്പം തന്നെ കട്ടപ്പന നഗരസഭയിലെ മുഴുവൻ മിനി ഹൈമാക്സ് ലൈറ്റുകളും നന്നാക്കുന്നതിന് 2024-25 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 6 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ പണികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ 18 ഹൈമാക്സ് ലൈറ്റുകളാണ് കത്താതെ കേടായി കിടക്കുന്നത്. ആ 18 മിനി ഹൈമാക്സ് ലൈറ്റുകളും നന്നാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നഗരത്തിലെ പ്രവർത്തനരഹിതവും അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളതുമായ മിനി ഹൈമാസ് ലൈറ്റുകളുടെ പണികൾക്കായി 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ അനുവദിച്ചു. 18 മിനി ഹൈമാസ് ലൈറ്റുകളിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഏറെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ എന്ന് സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദുകലാധരൻ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ രാജകുമാരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നതിനും ജനങ്ങൾക്കുണ്ടാകുന്ന മോശം അനുഭവങ്ങളെ തുറന്നു കാട്ടുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ ഉണ്ടാകാത്ത സാഹചര്യത്തിലും ജനങ്ങളോടൊപ്പം നിന്ന് ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ എന്ന സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദുകലാധരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇന്ത്യയിലെന്നല്ല ലോകത്ത് പോലും ഇതുപോലെ ഒരു ട്രേഡിംഗ് യൂണിയൻ പ്രസ്ഥാനമുണ്ടാകില്ല. പല രാഷ്ട്രീയ പാർട്ടികളും വിലക്കെടുക്കുവാൻ ശ്രമിച്ചപ്പോഴും രാഷ്ട്രീയമില്ലാത്ത സംഘടനയായി ഉറച്ചുനിന്ന തൊഴിൽ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയും സന്ധിയില്ലാത്ത സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത സംഘടനയാണ് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ എന്നും സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദുകലാധരൻ പറഞ്ഞു. കേരളത്തിലെ അസംഘടിതരായ തൊഴിലാളികൾക്ക് ഒരു ആശ്രയമായി തീരുമെന്നും അന്നത്തെ സംഘാടകർ മനസ്സിൽ കണ്ടിട്ടുണ്ടാകും. 48 വർഷമായി സംഘടനയ്ക്ക് രൂപം കൊടുക്കും. 2 വർഷം കഴിഞ്ഞാൽ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാം.
ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് പോലും ഇങ്ങനൊരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടാകില്ല എന്ന് തറപ്പിച്ചും വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കും. കാരണം വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതിയുള്ളവരെ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരാ പ്രവർത്തകരൊക്കെ ഈ സംഘടനയിലുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളും നമ്മളെയൊക്കെ വിലക്കെടുക്കാൻ തീരുമാനിച്ചപ്പോഴും രാഷ്ട്രീയമില്ലാത്ത ഒരു സംഘടനയാണ് ഞങ്ങളെന്നും ആ സ്വതന്ത്ര സംഘടനയിലൂടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കും എന്ന് പറഞ്ഞാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് ജി ജീവൻലാൽ പതാക ഉയർത്തിയതോടെയാണ് ജില്ലാ കൺവെൻഷന് തുടക്കമായത്. കൺവെൻഷനോടനുബന്ധിച്ച് ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ വിതരണവും നടന്നു. ജില്ലാ പ്രസിഡന്റ് ജി ജീവൻലാലിന്റെ നേതൃത്വത്തിൽ നടന്ന കൺവെൻഷനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് KR മധു, സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ OM ദിനകരൻ, ക്ഷേമനിധി ബോർഡ് അംഗം VV ശശിമോൻ, ജില്ലാ സെക്രട്ടറി നവാസ് ഷേർഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് മുരിക്കാശ്ശേരിയിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് തോട്ടം കണ്ടെത്തി നശിപ്പിച്ചു. സംഭവത്തിൽ വാത്തിക്കുടി നേർച്ചപ്പാറ സ്വദേശി എള്ളുംപുറത്ത് വിനോദിനെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഉണക്ക കഞ്ചാവും ചരസും കഞ്ചാവ് വിത്തുകളും എക്സൈസ് സംഘം പിടികൂടി. ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് തോട്ടവും കഞ്ചാവും ചരസും കഞ്ചാവ് വിത്തുകളും കണ്ടെത്തിയത്. വാത്തിക്കുടി നേർച്ചപ്പാറ സ്വദേശി എള്ളുംപുറത്ത് വിനോദിന്റെ വീട്ടുപരിസരത്ത് പാറക്കെട്ടിന് താഴ്ഭാഗത്തായാണ് 80 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. കൂടാതെ ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 2 കിലോയിലധികം ഉണക്ക കഞ്ചാവും 3 ഗ്രാം ചരസും 155 ഗ്രാം കഞ്ചാവ് വിത്തുകളും എക്സൈസ് സംഘം കണ്ടെത്തി. കഞ്ചാവ് തോട്ടത്തിൽ 30 തടങ്ങളിലായി കൃഷി ചെയ്തിരുന്ന 1.4 മീറ്റർ മുതൽ 2.9 മീറ്റർ വരെ നീളമുള്ള 80 കഞ്ചാവ് ചെടികളാണ് ഉണ്ടായിരുന്നത്. കഞ്ചാവ് ഇടുക്കി ഗോൾഡ് എന്ന പേരിൽ ചെറുപൊതുകളിലാക്കി മുരിക്കാശ്ശേരി 16 കണ്ടം ഭാഗങ്ങളിൽ ഇയാൾ വിൽപ്പന നടത്തിയിരുന്നു. 2 കിലോ 200 ഗ്രാം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. നെടുങ്കണ്ടം മുണ്ടിരുമ സ്വദേശി പുതുപ്പറമ്പിൽ ജോബിനാണ് പിടിയിലായത്. തമിഴ്നാട് കമ്പത്തിൽ നിന്നും വാങ്ങിയ കഞ്ചാവ് കേരളത്തിലെത്തിച്ച് ചെറുപൊതികളാക്കി ആവശ്യക്കാർക്ക് നൽകി വരികയായിരുന്നു. അതിർത്തി ചെക്ക് പോസ്റ്റിലെ പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി വനത്തിലൂടെ നടന്നാണ് ഇയാൾ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചിരുന്നത്. നെടുങ്കണ്ടം എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. ഉദയഗിരി ടൗണിൽ വ്യാപാരി കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും കാൽ വഴുതി വീണ മരിച്ചു. മേരിഗിരി കുരികിലം കുന്നേൽ സന്തോഷ് കേസാണ് മരിച്ചത്. കടയിൽ സ്ഥാപിച്ചിരുന്ന വാട്ടർ ടാങ്കിലെ ജലത്തിന്റെ അളവ് പരിശോധിക്കുവാൻ കെട്ടിടത്തിന് മുകളിൽ കയറിയതായിരുന്നു സന്തോഷ്. ഇതിനിടയിൽ കാൽ തന്നെ ആസ്ബറ്റോസ് ഷീറ്റിൽ ചവിട്ടുകയായിരുന്നു. ഇതോടെ ഷീറ്റ് തകർന്ന അടിയിലുള്ള കോൺക്രീറ്റ് സ്ലാബിലേക്ക് സന്തോഷ് തലയടിച്ചു വീണു. ഇടിയുടെ ആഘാതത്തിൽ സന്തോഷിന്റെ ബോധം നഷ്ടപ്പെട്ടു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഉദയഗിരി ടൗണിലെ സോമിൽ, ഫർണിച്ചർ ഷോപ്പ്, കാർഡമം സ്റ്റോർ എന്നിവയുടെ ഉടമയായിരുന്നു സന്തോഷ്. NCP കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. 2023 ബോധി പുരസ്കാരം നോവലിസ്റ്റ് പുഷ്പമ്മയ്ക്ക് സമർപ്പിച്ചു. കാഞ്ചേരിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീറണാക്കുന്നേൽ പുരസ്കാര സമർപ്പണം നടത്തി. പുഷ്പമ്മ എഴുതിയ കുളുക്കൻ എന്ന നോവൽ ഇതിനോടകം തന്നെ മലയാള സാഹിത്യത്തിൽ ഇടം നേടിയിരുന്നു. ഹൈറേഞ്ചിലെ പ്രബല ഗോത്രവർഗ വിഭാഗമായ ഊരാളി ഗോത്രത്തിന്റെ ജീവിതവും സംസ്കാരവും ചരിത്രവും അടയാളപ്പെടുത്തുന്ന നോവലാണ് കുളുക്കൻ. ഊര് കൈയടക്കി വാഴുന്നവൻ എന്നാണ് ഊരാളി എന്ന വാക്കിനർത്ഥം. ഊരാളി ഭാഷയിൽ അതേ ഗോത്രത്തിൽ നിന്നുള്ള എഴുത്തുകാരി എഴുതിയ നോവൽ എന്ന നിലയിലാണ് മറ്റു നോവലുകളിൽ നിന്നും കുളുക്കനെ വേറിട്ട് നിർത്തുന്നത്. ഒപ്പം നോവലിൽ എഴുത്തുകാരിയുടെ ആത്മാംശവുമുണ്ട്. കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീറണാക്കുന്നേൽ പുരസ്കാരം പുഷ്പമ്മയ്ക്ക് സമർപ്പിച്ചു. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ ഒരു പരിധിവരെ വഴിതെറ്റുന്നതിന് ഒരു കാരണം മദ്യത്തിനും മയക്കുമരുന്നിലൂടെ ചീത്ത കുട്ടികൾക്ക് വിധേയമാകുന്നതിന് കാരണം ഇതുപോലെയുള്ള ഈ ബോധി ഗ്രന്ഥശാല പോലെയുള്ള അംഗങ്ങളായ ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരും വഴിതെറ്റില്ലെന്ന് എനിക്കറിയാം. കാരണം അവരുടെ മനസ്സിനെ മറ്റു മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുകൊണ്ട് കലാപരമായി കായികപരമായി അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വളർത്തിയെടുത്തുകൊണ്ട് നാടിന് ഉദാത്തമായ നല്ല പൗരനെ വളർത്തിയെടുക്കുവാനുള്ള വലിയൊരു പ്രക്രിയയാണ് കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ കാഞ്ചിയാറ്റിൽ ഈ സംഘടന ചെയ്യുന്നത്. മോബിൻ മോഹൻ ചെയർമാനും കാഞ്ചിയാർ രാജൻ, ഷെർലി തോമസ്, അഡ്വക്കേറ്റ് VS ദീപു, ജെയിംസ് P ജോസഫ് എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണയ സമിതി ഐക്യകണ്ഠേനയാണ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. ചടങ്ങിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു.
സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഇറക്കിയ ഉത്തരവ് കത്തിച്ച പ്രതിഷേധിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ നടത്തിയ പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ തകർക്കുന്നതിന് വേണ്ടി ആരോഗ്യവകുപ്പ് സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആശാവർക്കർമാർ 24 മണിക്കൂറിനകം ജോലിയിൽ പ്രവേശിക്കണമെന്നാവശ്യപ്പെട്ട സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉത്തരവിന്റെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാറിൽ നടന്ന പ്രതിഷേധം DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു. ആ സമരത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ ജോർജും പിണറായി വിജയനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകളുടെ ഇത്തരത്തിലുള്ള സമരങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ആ സമരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു LDF സർക്കാരിന്, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ചേർന്നതാണോ എന്ന് ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ആളുകൾ ചിന്തിക്കേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളുടെ പാർട്ടിയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തൊഴിലാളികളുടെ പാർട്ടിയാണെന്നുള്ള നിങ്ങൾ പറയുന്നത്. ഈ സാധാരണക്കാരായ ആശാ വർക്കർമാരോട് എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്ന് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. തുടർന്ന് പ്രവർത്തകർ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ കത്തിച്ചു. DCC ജനറൽ സെക്രട്ടറി PA അബ്ദുൾ റഷീദ്, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുവമ്മാക്കൽ, INUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KA സിദ്ദിഖ്, നേതാക്കളായ M ഉദയസൂര്യൻ, S ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സഹകാരി സംഗമവും മാർച്ച് 1 നടക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരത്തിന് ഉദ്ഘാടനവും സഹകാരി സംഗമവും മാർച്ച് 1 നടക്കും. ഉച്ചകഴിഞ്ഞ് 2 ഹെഡ് ഓഫീസ് മന്ദിരം മന്ത്രി റോഷി അഗസ്റ്റിനും, നിക്ഷേപ സമാഹരണ യജ്ഞം M.M. മണി MLA-യും, സഹകാരി സംഗമം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസും, വായ്പാ പദ്ധതി ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ റൈനു തോമസും, കോൺഫറൻസ് ഹാൾ ഇരട്ടയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാറും ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരത്തിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം മാർച്ച് മാസം 1-ാം തീയതി ശനിയാഴ്ച 2 മണിക്ക് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പ്രസ്തുത യോഗത്തിൽ ഉടുമ്പൻചോലയുടെ ആരാധനായ MLA-യും മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ ശ്രീ M.M. മണി MLA അധ്യക്ഷത വഹിക്കുന്നത്. നവീകരിച്ച ഹെഡ് ഓഫീസിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ റോഷി അഗസ്റ്റിൻ നിർവഹിക്കുന്നതുമാണ്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നടത്തുന്ന 3ാമത് നിക്ഷേപ സംഗമം, കഴിഞ്ഞ 2 വർഷവും വിജയകരമായി പൂർത്തിയാക്കിയ നിക്ഷേപ സംഗമം 3ാം വട്ടവും നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഉടുമ്പൻചോലയുടെ MLA ശ്രീ M.M. മണി നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ VN മോഹനൻ, KG സത്യൻ, കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് തുടങ്ങി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ സംസാരിക്കും. മാർച്ചിൽ 3 കോടി രൂപ നിക്ഷേപമായി സമാഹരിക്കുമെന്ന് ഭരണസമിതി അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജോയ് ജോർജ്, ബെന്നി തോമസ്, മാത്യു തോമസ്, ജേക്കബ് കുര്യൻ, ആൻസി സെബാസ്റ്റ്യൻ, ഷൈനി ബേബി, ഓമന ശശീന്ദ്രൻ, TS മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇടുക്കി ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന 6 ഗ്രാമപഞ്ചായത്തുകളിൽ വരും നാളുകളിൽ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികളെ സംബന്ധിച്ചുള്ള ചർച്ചയും അഭിപ്രായ രൂപീകരണവുമാണ് നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇംപ്ലിമെന്റേഷൻ നടക്കുന്ന ഈ സാഹചര്യത്തിലും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, കർഷക ഗ്രൂപ്പുകൾക്ക്, വനിതാ സംഘങ്ങൾക്ക് ഒക്കെ പച്ചക്കറി കൃഷിക്ക് ഗ്രാന്റ് കൊടുത്തുകൊണ്ട് നമ്മളുടെ നല്ല രീതിയിൽ ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അതുപോലെ പശ്ചാത്തല മേഖലയും ഇനി നമുക്കറിയാം മാർച്ച് 31 ഇനി അധിക ദിവസമൊന്നുമില്ല. നമ്മളുടെ ഈ വരുന്ന 2024 വാർഷിക പദ്ധതിയുടെ ഒരു നല്ല ശതമാനം എക്സ്പെൻഡിച്ചർ ആക്കേണ്ടതുണ്ട്. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് അധ്യക്ഷനായിരുന്നു. ഇടുക്കി ബ്ലോക്ക് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വർഗീസ് വെട്ടിയാങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് വർക്കി, റിൻഡാമോൾ, ഡോളി സുനിൽ, ആലീസ് വർഗീസ്, സാന്ദ്രമോൾ ജിന്നി, സെൽവരാജ്, സ്നേഹൻ രവി, സെക്രട്ടറി മുഹമ്മദ് സബീർ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ 2 ലക്ഷത്തോളം ഭക്തജനങ്ങൾ എത്തിയെന്നാണ് കണക്ക്. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു.
നമ്മളിവിടെ ഒത്തുചേരുമ്പോൾ ഈ നാടിൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ തീർച്ചയായും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ വായിക്കുന്ന വാർത്തകളും നമ്മൾ കേൾക്കുന്ന വാർത്തകളും ഒന്നും തന്നെ വലിയ തോതിൽ നമുക്ക് ഭയമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള കൂടിച്ചേരലുകളിലൂടെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ആത്മവിശ്വാസത്തിലൂടെ ഈ നാട് ഒറ്റക്കെട്ടാണ്. എല്ലാ തരത്തിലുമുള്ള സാമൂഹിക തിന്മകൾക്കെതിരാണ്, സാമൂഹിക വിപത്തുകൾക്കെതിരാണ് എന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കുകയാണ്. പീരുമേട് MLA വാഴൂർ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ പരാമർശിച്ച ഒരു കാര്യം മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. പിലിഗ്രിം ടൂറിസവുമായി, തീർത്ഥാടന ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും പീരുമേട് MLA എന്ന നിലയിലുള്ള എല്ലാവിധമായ സഹായ സഹകരണവും എക്കാലവും ഉണ്ടാകുമെന്ന് വളരെ വിനയപുരസ്സരം അറിയിക്കുന്നു. അതിനുവേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ടൂറിസം വകുപ്പ് മന്ത്രിയുമായി എത്രയും വേഗം കൂടി ആലോചിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങളെയും ശിവരാത്രി മഹോത്സവത്തിന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്ഷേത്രം ഭാരവാഹികളെയും സി കേരളത്തിലൂടെ ഹൈറേഞ്ചിന്റെ മികച്ച ഗായകനായി മാറിയ അരുൺ അനിരുദ്ധനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തുടർന്ന് ക്ഷേത്ര നിർമ്മാണത്തിനായി ആവിഷ്കരിച്ച സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പും നടന്നു. ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ടി കെ രാജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെയിംസ് KJ, സുരേഷ് കുഴിക്കാട്ട്, ജെമോൾ ജോൺസൺ, ക്ഷേത്രം പ്രസിഡന്റ് KA ഷാജി, VR രാജശേഖരൻ, MK ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗാനമേളയും ബാലയും നടന്നു. കട്ടപ്പന പേഴുങ്കവല പാക്കനാർക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം നടന്നു. ക്ഷേത്രം മേൽശാന്തി അദ്വൈത് ശാന്തികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കല്യാണത്തണ്ട് ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിലും ശിവരാത്രി ആഘോഷം നടന്നു. കട്ടപ്പന പേഴുങ്കവല പാക്കനാർക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ശിവരാത്രി ആഘോഷം വിപുലമായ പരിപാടികളോടെയാണ് നടത്താറ്. രാവിലെ 4 മണി മുതൽ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. ശിവപൂജ, കലശപൂജ, യാമപൂജ എന്നിവ ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രം മേൽശാന്തി അദ്വൈത് ശാന്തികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന പേഴുങ്കവല പാക്കനാർക്കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിനോട് അനുബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ വിശേഷ പൂജാധികാരികളെല്ലാം നടന്നു കഴിഞ്ഞു. അതിൻ്റെ രാത്രിയുടെ പൂജകളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ വിശേഷ ദീപാരാധനയോടുകൂടി ഇപ്പോൾ പൂമൂടൽ എന്ന് പറഞ്ഞ ചടങ്ങ് മഹാദേവന് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ബിനു KR, രാജേഷ് KR, ശരത് സോമൻ, വിജയൻ മറ്റത്തിൽ, രാഹുൽ ചെമ്മരപ്പള്ളിൽ, നോബി തെക്കേൽ, മനോജ് KT, മനോജ് KK എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കല്യാണത്തണ്ട് ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിലും ശിവരാത്രി ആഘോഷം നടന്നു. 100 കണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിലും അന്നദാനവും ഒരുക്കിയിരുന്നു. വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ 5 ദിവസങ്ങളായി നടന്നുവന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് കൊടിയിറങ്ങി. ഭക്തിയുടെ നിറവിൽ 10,000 ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുത്തു. മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. വൈകിട്ട് 6 മണിക്ക് ചുരക്കുളം എസ്റ്റേറ്റ് ഫാക്ടറിക്ക് മുന്നിൽ നിന്നും താലപ്പൊലി, മുളപ്പാരി, അമ്മൻകുടം, വിവിധ വാദ്യമേളങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ മഹാഘോഷയാത്ര നടന്നു. രാത്രി 11 മണിക്ക് മഹാശിവരാത്രി പൂജയ്ക്ക് ശേഷം അത്താഴപൂജയോടെ നട അടച്ചു. തുടർന്ന് കൊച്ചിൻ ഡ്രാമാവിഷൻ അവതരിപ്പിച്ച മഹാശിവപ്രഭ എന്ന ബാലൈ സമാഹാരം അരങ്ങേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ P നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് ശിവരാത്രി മഹോത്സവ പൂജകളും വഴിപാടുകളും നടന്നത്. ദേവസ്വം സൂപ്രണ്ട് നന്ദകുമാർ രാമവർമ്മ, ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളായ ജയശങ്കർ P നമ്പൂതിരി, പ്രതീഷ് കാർത്തികേയൻ, KK രാജു, K ഗോപി എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാഞ്ചിയാർ ലബക്കട വെളിലാങ്കണ്ടം റോഡിൽ കുറുപ്പിൽപ്പടി കയറ്റത്തിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ 7 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാത കോൺക്രീറ്റ് ചെയ്യുന്നത്. കാഞ്ചിയാർ ലബക്കട റോഡിൽ കുറുപ്പിൽപ്പടിയിലെ കയറ്റം നാളുകളായി തകർന്ന് ഗതാഗതം ദുഷ്കരമായിരുന്നു. കയറ്റത്തിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. കൂടാതെ കാർ അടക്കമുള്ള വാഹനങ്ങൾ കയറ്റം കയറാതെ വരികയും കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമായി മാറി. കാൽനട യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്.
മുൻപ് ഈ ഭാഗത്ത് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തിയിരുന്നുവെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഴയപടിയാകുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് 7 ലക്ഷം രൂപ വകയിരുത്തി റോഡിൽ കോൺക്രീറ്റ് നിർമ്മാണം ആരംഭിച്ചത്. ഈ റൂട്ടിൽ ജനങ്ങൾ അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. ഇതിൽ 10 ലക്ഷം രൂപയോളം നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുവദിച്ചാണ് ഈ നടപടികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നാട്ടുകാരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ആളുകളുടെ നല്ല സഹകരണമുണ്ടായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ. അവർ നോക്കി നിന്ന് ചെയ്യിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിൽക്കുകയും ചെയ്തു. ഇത് നമ്മുടെ നാടിന് വളരെ ഗുണകരമായിട്ടുണ്ട്. തുടർന്നുള്ള പണികളിലും സജീവമായിട്ട് ഉള്ള ഇടപെടൽ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ ഈ റോഡിൻ്റെ കാര്യത്തിൽ തുടർന്നുമുണ്ടാകും. അടുത്ത സാമ്പത്തിക വർഷം ഒരു 8 ലക്ഷം രൂപയോളം ഇതിൻ്റെ ബാക്കി ഭാഗത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ തുടർ വികസനത്തിനായിട്ട് ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസിന് നമ്മളൊരു നിവേദനം നൽകിയിട്ടുണ്ട്. റോഡിലെ കയറ്റത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നാളുകളായി യാത്രക്കാർ നേരിട്ടിരുന്ന യാത്രാക്ലേശത്തിന് പരിഹാരമാകും. അതോടൊപ്പം കലിങ്ങിന്റെ അപകട ഭീഷണി കുറയ്ക്കുന്നതിനും നടപടിയായി. ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് കലിങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ടീം ഇടുക്കി സോൾജിയേഴ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. ആദ്യഘട്ടത്തിൽ കട്ടപ്പന ട്രൈബൽ സ്കൂൾ, കലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. തെരഞ്ഞെടുക്കപ്പെട്ട ഇടുക്കി ജില്ലയിലെ 18ലേറെ സർക്കാർ സ്കൂളുകളിലാണ് ടീം ഇടുക്കി സോൾജിയേഴ്സ് ചാരിറ്റബിളിന്റെ ആഭിമുഖ്യത്തിൽ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തത്. സാധാരണക്കാരായ കുട്ടികൾക്ക് കായികപരമായി മുന്നേറുന്നതിനായി ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ എന്നിവയ്ക്കുള്ള സാമഗ്രികളാണ് നൽകിയത്. നല്ല ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ഉദ്യമമാണ് ഇതിന് പിന്നിൽ. ഇടുക്കി ജില്ലയിൽ നിന്ന് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്നവരും റിട്ടയർഡായ പട്ടാളക്കാരും ചേർന്ന് ജനനന്മയ്ക്കായി തുടങ്ങിയ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ടീം ഇടുക്കി സോൾജിയേഴ്സ്. തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ചാണ് സേവന പ്രവർത്തനം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന യുവതലമുറകൾക്ക് ഒരു നല്ല പ്രചോദനം നൽകുക, നാട്ടിലെ അശരണരും ആലംബഹീനരുമായ സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. കുറെ സർവീസ് ചെയ്യുന്നതും റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ചെറിയൊരു സംഘടനയാണ് ടീം ഇടുക്കി സോൾജിയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഒരു 200ഓളം ആൾക്കാരുണ്ട്. 4-5 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതായത് ഞങ്ങൾ ചാരിറ്റി ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കുട്ടികൾക്കാണേലും അല്ലെങ്കിൽ ആർക്കാണേലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ വർഷം ഞങ്ങളുടെ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും ഒരു സ്പോർട്സ് കിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അത് പറയാൻ കുറേ സമയമെടുക്കും. പക്ഷേ ചുരുക്കി പറയാം, ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണും അങ്ങനെയുള്ള ആക്ടിവിറ്റിയായിട്ട് പോകുന്നതെന്ന് നമ്മൾ പത്രങ്ങളിൽ കണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ. അപ്പോൾ അവർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി എന്തെങ്കിലും ഒരു ഗെയിം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ അവർ സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു ഇത് കിട്ടുവാണെങ്കിൽ അത് അവർക്കൊരു ഫ്യൂച്ചറിൽ ഒരു നല്ല കാര്യമായിരിക്കും. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റിയുടെ ഭാരവാഹികളായ സുബേദാർ മേജർ ഷൈൻസ് കറിയ, ക്യാപ്റ്റൻ ജോയി KJ, സുബേദാർ രാജേഷ് തങ്കച്ചൻ, ഹാവിൽദാർമാരായ പ്രദീപ് കുമാർ, അമൽജിത്ത്, സുബേദർ, രതീഷ് H എന്നിവർ ചേർന്ന് സ്പോർട്സ് കിറ്റ് കൈമാറി. സൊസൈറ്റി പ്രസിഡന്റ് സുബേദർ സാജൻ കൂട്ടർ, ജനറൽ സെക്രട്ടറി സുബേദർ അനീഷ് തോമസ്, ജോയിന്റ് സെക്രട്ടറി ഹാവിൽദാർ അജിത് ജോൺ കട്ടപ്പന, ട്രഷറർ ഹാവിൽദാർ വരുൺ ബാബു കൊച്ചറ എന്നിവർ സംസാരിച്ചു. JCI ഹൈറേഞ്ച് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന DYSP VA നിഷാദ് മോൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ച് മേഖലയിലെ ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ സോൺ 20ലും 22ലുമുള്ള ലോക്കൽ ഓർഗനൈസേഷനുകളെ പങ്കെടുപ്പിച്ച JCI കട്ടപ്പന ചാപ്റ്റർ സംഘടിപ്പിച്ച ഹൈറേഞ്ച് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റാണ് കട്ടപ്പനയിൽ നടന്നത്. കട്ടപ്പന DYSP VA നിഷാദ് മോൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. എന്നാലും ആരോഗ്യമുള്ള ശരീരത്തിന് ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്യമം തീർച്ചയായിട്ടും നല്ല ഒരു തുടക്കമാണ്. പ്രത്യേകിച്ച് ഹൈറേഞ്ചുകാർക്ക് ആരോഗ്യത്തിന് ഒരു കുറവില്ല. ഇവിടെ നിൽക്കുന്നവർക്കെല്ലാം നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്. നമ്മളത് കാത്തു സൂക്ഷിക്കാൻ ഇത്തരം കായിക മത്സരങ്ങൾ നടത്തുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങളുടെ ഈ ഉദ്യമത്തെ എല്ലാവിധമായ ആശംസകളും എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബ്രീസ് ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട്. ബ്രീസ് ബ്രോയെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എട്ട് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ JCI അടിമാലി 1ാം സ്ഥാനവും JCI ഇരട്ടയാർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. JCI കട്ടപ്പന പ്രസിഡന്റ് അനൂപ് തോമസ്, സോൺ പ്രസിഡന്റ് മെജോ ജോൺസൺ, സോൺ വൈസ് പ്രസിഡന്റുമാരായ അബിൻ ബോസ്, സോവിൻ എന്നിവർ സമ്മാനദാനം നടത്തി. മറ്റ് ഭാരവാഹികളായ ജോജോ, ആദർശ്,
റോണി, ജസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിന് കീഴിൽ വെട്ടിക്കുഴക്കവലിയിൽ നിർമ്മിച്ച കപ്പളിയുടെ വെഞ്ചരിപ്പ് കർമ്മം നടന്നു. മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. കട്ടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ദേവാലയത്തിന് കീഴിൽ വെട്ടിക്കുഴക്കവലിയിൽ പണികഴിപ്പിച്ച പരിശുദ്ധ കനികാമറിയത്തിന്റെ നാമത്തിലുള്ള കപ്പളിയുടെ വെഞ്ചരിപ്പ് കർമ്മമാണ് നടന്നത്. മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ഇതിലെ പാതുവാപുരത്തേക്ക് കുർബാനയ്ക്ക് പോകുമ്പോൾ ഒരു ചെറിയ കുരിശ് ഇവിടെ ഉയർത്തി നിൽക്കുന്നത് കാണുമ്പോഴൊക്കെ ആ സ്ഥലത്ത് നമുക്കൊരു കപ്പേള, ഒരു കുരിശടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. 2012-17 കാലഘട്ടമാണിത്. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് അതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ തുടങ്ങി. സ്ഥലം കൊടുക്കുന്നതിനെക്കുറിച്ചും സ്ഥലം വാങ്ങിക്കുന്നതിനെക്കുറിച്ചും ഇവിടെ കുരിശടി ഉയർത്തുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ നമ്മൾ നടത്തി. പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവം ആ സമയം ക്രമീകരിച്ച് ഇന്ന് അതിൻ്റെ പരിപൂർത്തിയിൽ എത്തിച്ചിരിക്കുകയാണ്. തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഫാദർ ആന്റണി കുന്നത്തുംപാറയിൽ, ഫാദർ ജെറിൻ ആയിലുമാലിൽ, ഫാദർ മാത്യു വെള്ളൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട, കൈക്കാരന്മാരായ സിബി കിഴക്കിൽ, സാജൻ വലിയകുന്നിൽ എന്നിവർ നേതൃത്വം നൽകി. ചെമ്പകപ്പാറ ബെൽമൗണ്ട് യു പി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും സംഘടിപ്പിച്ചു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചെമ്പകപ്പാറ ബെൽമൗണ്ട് യു പി സ്കൂളിന്റെ 23ാമത് വാർഷിക ആഘോഷമാണ് നടന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ 8ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് 8 മുതൽ 9, 10 ഒക്കെ പഠിച്ചു വന്ന സമയത്ത് നമുക്ക് എന്താണ് സംഭവം നടന്നില്ല. ടീച്ചർ വന്ന് ചെറുപറ ഇംഗ്ലീഷ് ഓരോ സ്റ്റേജിലെ ക്ലാസ്സിലൊക്കെ വന്ന് പറയുന്നു. നമ്മൾ പഠിക്കാൻ ക്യാച്ച് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ 10ാം ക്ലാസ് നമ്മൾ കഷ്ടപ്പെട്ടാണ് പഠിച്ച് പാസ്സായത്. പക്ഷേ അതിന്റെ ഗുണം പിന്നെ കിട്ടിയതെന്ന് വെച്ചാൽ +2-ലും അല്ല ഡിഗ്രിയിലൊക്കെ വന്നപ്പോഴാണ് നമ്മൾ അന്ന് പഠിച്ച ആ ഇംഗ്ലീഷ് ലാംഗ്വേജ്, കാരണം +1, +2 ഒക്കെ തൊട്ട് ഇംഗ്ലീഷിലാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു പോകുന്നത്. കരാട്ടെ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കോശി മാത്യു, നൃത്ത അധ്യാപിക സാവിത്രി തുടങ്ങിയവരെ ആദരിച്ചു. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉപഹാരങ്ങൾ കൈമാറി അനുമോദിച്ചു. PTA പ്രസിഡന്റ് ജിൻസ് വർഗീസ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ ബാബു സെബാസ്റ്റ്യൻ, പ്രിൻസിപ്പൽ മഞ്ജു പിഷാരടി, സിസ്റ്റർ ആൻ, MPTA പ്രസിഡന്റ് ഷൈസി സജി, അലോൺ സാൻഡിച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വടർമേട് സെന്റ് ആന്റണീസ് നഴ്സറി സ്കൂളിന്റെ വാർഷികം നടന്നു. എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ മെർലിൻ കാഞ്ഞിരത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. കിൻഡർല 2K25 എന്ന പേരിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. കുട്ടികൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ UP സ്കൂൾ ഹെഡ് മിസ്ട്രസ് കുച്ചറാണി ജോർജ് അധ്യക്ഷയായിരുന്നു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന കുരുന്നുകളുടെ കലാപരിപാടികൾ വേറിട്ടതായി. എഡ്യൂക്കേഷൻ കൗൺസിലർ സിസ്റ്റർ മെർലിൻ കാഞ്ഞിരത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. അക്ഷരം എന്താണ് അക്ഷരം? അക്ഷരം അഗ്നിയാണ്. നമുക്കറിയാം, അഗ്നിയിലൂടെ, അക്ഷരങ്ങളിലൂടെ അഗ്നിവിശുദ്ധി നേടി അനേകം കുട്ടികൾ പടിയിറങ്ങിപ്പോയ ഒരു വിദ്യാലയമാണ്, നഴ്സറി സ്കൂളാണ് ഈ സെന്റ് ആന്റണീസ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്കറിയാം, എത്രയോ നാളുകളായി നമ്മുടെ നഴ്സറി സ്കൂള് വളരെ ചെറിയ ഒരു സ്കൂളായിട്ട് തുടങ്ങിയതാണ്. ഒരുപാട് കുട്ടികളും വളരെ പരിമിതമായിട്ടുള്ള സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്കൂളായിരുന്നു. ഇന്ന് കുട്ടികളും വളർന്നു, സ്കൂളും വളർന്നു, മാതാപിതാക്കളും വളർന്നു, വണ്ടർമേടും വളർന്നു, നമ്മളെല്ലാവരും വളർന്നു. എല്ലാവരുടെ
പാട്ട്, അവരുടെ ഡാൻസ്, അവരുടെ ആക്ഷൻ സോങ് ഒക്കെ ഇവിടെ വരുമ്പോൾ സന്തോഷിക്കുകയാണ്. പ്രിൻസിപ്പൽ ലിസ്യു തെരേസ്, ബിൻസി സജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വേനൽ കനത്തതോടെ വനത്തിനുള്ളിൽ കുടിവെള്ള ലഭ്യത കുറഞ്ഞു. ഇതോടെ ആനയടക്കം മൃഗങ്ങൾ കുടിവെള്ളം തേടി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ മുന്നിട്ടിറങ്ങിയ ശ്രമം ഫലപ്രാപ്തിയിൽ എത്തിച്ചിരിക്കുകയാണ് നേര്യമംഗലം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ. വനത്തിനുള്ളിൽ കുടിവെള്ളം ലഭ്യമായതോടെ കാട്ടാനകളടക്കം ഇവിടെ എത്തി വെള്ളം കുടിച്ചു മടങ്ങുന്നത് പതിവായി കഴിഞ്ഞു. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലെ നേര്യമംഗലം റേഞ്ചിന് കീഴിൽ വരുന്നതാണ് ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ. വേനൽ കനത്തതോടെ ഇഞ്ചത്തൊട്ടി വനമേഖലയിലും ജലസ്രോതസ്സുകൾ വരണ്ടു. ഇതോടെ കാട്ടാനകളടക്കം മൃഗങ്ങൾ കുടിവെള്ളം തേടി അലയുന്ന സ്ഥിതിയുണ്ടായി. പെരിയാറ്റിലേക്ക് എത്തിയാൽ മാത്രമേ മൃഗങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്ന സ്ഥിതിയുള്ളൂ. എന്നാൽ ജനവാസ മേഖല കടന്നു വേണം മൃഗങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ പ്രദേശത്ത് വൈദ്യുതി ഫെൻസിംഗ് തീർക്കുക കൂടി ചെയ്തതോടെ കുടിവെള്ള ലഭ്യതയുടെ കാര്യത്തിൽ മൃഗങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലായി. ഇതോടെയാണ് ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ ചേർന്ന വനത്തിനുള്ളിൽ തന്നെ മൃഗങ്ങൾക്ക് കുടിവെള്ളം ഒരുക്കി നൽകാൻ തീരുമാനിച്ചത്. ആറ് മീറ്റർ നീളത്തിൽ 5 മീറ്റർ വീതിയിൽ 1 മീറ്റർ ആഴത്തിൽ വനംവകുപ്പ് ജീവനക്കാർ വനത്തിനുള്ളിൽ പടുതാക്കുളം നിർമ്മിച്ച ജലം സംഭരിച്ചു. 50,000 ലിറ്റർ വെള്ളം ഈ താൽക്കാലിക കുളത്തിൽ സംഭരിക്കാം. വെള്ളം തീരുന്ന മുറയ്ക്ക് കുളം നിറച്ചു നൽകും. പൊരിവെയിലത്ത് വനത്തിൽ വെള്ളം കിട്ടിയതോടെ ആനയടക്കം കാട്ടുമൃഗങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാനെത്തി തുടങ്ങി. ഇതോടെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കുറഞ്ഞതായാണ് വനപാലകരുടെ വിലയിരുത്തൽ. ശ്രമം വിജയം കണ്ടതോടെ സ്റ്റേഷൻ പരിധിയിലെ മറ്റിടങ്ങളിലും മൃഗങ്ങൾക്ക് വെള്ളം എത്തിക്കാനുള്ള ആലോചനയിലാണ് വനപാലക സംഘം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. RNS സ്പൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 194, വിൽപ്പനയ്ക്ക് വന്നത് 48,512, വിൽപ്പന നടന്നത് 45,700. കൂടിയ വില 2,964, ശരാശരി വില 2,765. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 2,700, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 475, ഗ്രാമ്പു 880, കൊക്കോ 180, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 810 രൂപ, വെള്ളി 106. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നു വന്നിരുന്ന ശിവരാത്രി ആഘോഷവും സമാപിച്ചു. പട്ടികജാതി പട്ടികവർഗ കർഷക സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിന് മുന്നിൽ ദ്വിദിന കഞ്ഞിവയ്പ് സമരം ആരംഭിച്ചു. പട്ടികജാതി പട്ടികവർഗ കർഷക സമാജം ജനറൽ സെക്രട്ടറി CK രാജേന്ദ്രൻ കഞ്ഞിവയ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി വിധി പോലും പൂഴ്ത്തിവെച്ച് പട്ടിക വിഭാഗക്കാരെ സർക്കാർ കബളിപ്പിക്കുകയാണെന്ന് വിമർശനം.
കട്ടപ്പന, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നായി ബൈക്കുകൾ മോഷ്ടിച്ച യുവാവിനെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കട്ടപ്പന പുഞ്ചിരിക്കവല വെള്ളറയിൽ ജിഷ്ണു ബിജോ. കട്ടപ്പന നഗരസഭ ടൗൺ കുടിവെള്ള പദ്ധതിക്ക് 25 ലക്ഷം രൂപ അനുവദിച്ചു. തുക അനുവദിച്ചിരിക്കുന്നത് നഗരത്തിലെ പൈപ്പുകൾ മാറുന്നതിനും പുതിയ കണക്ഷനുകൾ നൽകുന്നതിനും. നഗരത്തിലെ മിനി ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 6 ലക്ഷം രൂപയും വകയിരുത്തിയതായി അധികൃതർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.